സംസ്ഥാനത്തെ ഡാറ്റാ ശേഖരണ രീതി പഠിക്കാൻ നാഗാലാൻഡിൽ നിന്ന് ഉദ്യോഗസ്ഥ സംഘമെത്തി. നാഗാലാൻഡിലെ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗം ഉന്നത സംഘമാണ് തിരുവനന്തപുരം സ്റ്റാറ്റിസ്റ്റിക്കൽ ആസ്ഥാനം സന്ദർശിച്ചത്. കേരള മാതൃക പരിചയപ്പെടുകയും പഠിക്കുകയുമായിരുന്നു സന്ദർശന ഉദ്ദേശമെന്ന് കേരള എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗം ഡയറക്ടർ ശ്രീകുമാർ ബി പറഞ്ഞു. കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്റ്റേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് രാജ്യത്തെ ഏറ്റവും മികച്ച സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റമാണ്. അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടീം ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതൊരു ചെറിയ കാലയളവേ ഉള്ളൂ. പക്ഷേ നമ്മൾ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ ഒരു ലോങ് ടേം അസോസിയേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് നല്ലൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, നമ്മുടെ ഒരു IT ഇൻഫ്രാസ്ട്രക്ചർ നല്ല രീതിയിലുണ്ട്. അവർക്ക് പല കാര്യങ്ങളിലും നമ്മളുടെ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ട്. ഇനിയും അവർ ഈ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റവുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ അവരുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നു എന്നാണ് അവരുമായിട്ട് ചർച്ച ചെയ്യൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇന്നും നാളെയുമായിട്ട് നടത്തുന്ന ചർച്ചകളും വിസിറ്റുകളുമുണ്ട്, ഫീൽഡ് വിസിറ്റ് ഉൾപ്പെടെയുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ വൈസ് ചെയർപേഴ്സൺ അദ്ദേഹത്തെയും കാണുന്നുണ്ട്. അപ്പം മാക്സിമം എക്സ്പോഷർ നമുക്ക് അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഈ 2 ദിവസത്തിനുള്ളിൽ ചെയ്തു കൊടുക്കുകയാണ്. രാജ്യത്തിലെ ഏറ്റവും മികച്ച ഡാറ്റാ ശേഖരണ സംവിധാനമുള്ള കേരളത്തിൽ നിന്നും പഠിക്കാനായതിൽ സന്തോഷമുണ്ടെന്ന് നാഗാലാൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗം ഡയറക്ടർ നിതിൽഹു അൻഗാമി പറഞ്ഞു. Kerala, we all know, has the best statistical system in the country, and we are proud to be here in Kerala to learn from the best. Kerala is the best in the country when we talk about statistics. And it is always a pleasure to learn from the best in the country. Over the years, the people of Nagaland are been reaping fruits through the help and support of the people of Kerala. In the past, the people of Kerala came to Nagaland to impart education to the people of Nagaland. And because of that, I, on behalf of the government of Nagaland and the people of Nagaland, would like to thank the people of Nagaland